ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं राधा कृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुते देवे प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनि नामिने नमस्ते सारस्वती देवे गौरवाणि प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മൾ വായിക്കുന്നത് ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 4 34ാമത്തെ ശ്ലോകം മുതൽക്ക്. ഇത് വളരെ ഫേമസ് ശ്ലോകമാണ്. तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्षन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्षन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। हिरोशि माता जी। हरे कृष्ण प्रभु। तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। हरे कृष्ण। हृदय माता जी। हरे कृष्ण। तद्विधि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। हरे कृष्ण। सावित्री माता जी। हरे कृष्ण। तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। हरे कृष्ण। हरि बोल। सिनी माता जी। हरे कृष्ण। तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेशन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। विनोदिनी माता जी। विनोदिनी माता जी म्यूट ആണ്. कृष्ण सॉरी प्रभु। हरे कृष्ण। तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्ष्यन्ति ते ज्ञानं ज्ञानिनस्तत्त्वदर्शिनः। हरे कृष्ण प्रभु जी। हरि बोल। तद्विद्धि प्रणिपातेन परिप्रश्नेन सेवया उपदेक्षन्ति ते ज्ञाനം ज्ञानिनस्तत्त्वदर्शिनः. ഇതിന്റെ മലയാളം വിവർത്തനം ഒന്ന് വായിക്കുമോ? ആരെയുള്ളത് മലയാളം? ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം പ്രഭു. വായിച്ചോളൂ. ശ്രീല പ്രഭുപാദയ്ക്ക് ജയ്. ഒരു ആധ്യാത്മിക ഗുരുവിനെ സമീപിച്ച് സത്യത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കണം. അദ്ദേഹത്തെ സേവിക്കുക. അദ്ദേഹത്തിൽ നിന്ന് വിനയപൂർവ്വം ചോദിച്ചറിയുക. ആത്മസാക്ഷാത്കാരം ലഭിച്ച ഒരാൾ സത്യം കണ്ടറിഞ്ഞിരിക്കുകയാൽ അദ്ദേഹത്തിന് ജ്ഞാനോപദേശം ചെയ്യാൻ കഴിവുണ്ട്. ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണിത്. അതായത് ഒരു ഗുരു അത്യാവശ്യമാണെന്ന് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാം. പല ആൾക്കാരും ചോദിക്കും, എന്തിനാണ് ഗുരുവിന്റെ ആവശ്യം എന്താ? അല്ലേ? ഗുരു ഇല്ലാണ്ട് നമുക്ക് കൃഷ്ണനെ അപ്രോച്ച് ചെയ്തൂടെ? ഒരു ടീച്ചർ ഇല്ലാണ്ട് നമുക്ക് കോളേജിലത്തെ ഡിഗ്രി കിട്ടുമോ? നമ്മുടെ ടീച്ചേഴ്സ് നമ്മുടെ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി പഠിച്ച് അവരുടെ കീഴിൽ പഠിച്ചാൽ മാത്രം നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ അല്ലേ?
അത് മാത്രമേ റെക്കഗ്നൈസ് ചെയ്യൂ. നമ്മൾ എത്ര തന്നെ പഠിച്ചാലും ശരി, ഒരു ജോലി കിട്ടണമെങ്കിൽ ആദ്യം ചോദിക്കേണ്ട സർട്ടിഫിക്കറ്റ്. അതേപോലെ ഭഗവാനത്ത് പോകണമെങ്കിൽ ഭഗവാൻ ചോദിക്കും ആരാണ് ഗുരു, ഏത് പരമ്പരയാണ്, ഏത് സമ്പ്രദായം. ബ്രേക്ക് ആവുന്നുണ്ടല്ലോ പ്രഭു, കേൾക്കുന്നില്ല? ബ്രേക്ക് ആവുന്നു വോയിസ്. ഇപ്പോഴോ? ഇപ്പോഴും അങ്ങനെയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. കേൾക്കാവുന്നുണ്ടോ? ഇല്ല പ്രഭു. ക്ലിയർ അല്ല. ഇതല്ല എല്ലാവർക്കും അങ്ങനെയാണോ? അതെ പ്രഭുജി. കേൾക്കുന്നുണ്ടോ? ക്ലിയറല്ല. ബ്രേക്ക് ആവുന്നുണ്ട്, ക്ലിയർ ഇല്ല. അപ്പൊ എല്ലാവരും ക്യാമറ ഓഫ് ചെയ്യും. നോക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കുറച്ച് ബെറ്റർ ഉണ്ട്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നമ്മള് വിചാരിക്കും ഭഗവാൻ നമ്മൾ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പിൽ എന്തിനാണ് മിഡിൽമാൻ്റെ ആവശ്യം എന്താണ്? അപ്പോ നമ്മുടെ ഏതൊരു ഡിഗ്രി എടുക്കുന്നെങ്കിലും നമ്മൾ സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, യൂണിവേഴ്സിറ്റിയിൽ പോകണം, ടീച്ചേഴ്സ് ക്ലിയർ ഇല്ല. പോകണം. അല്ല, ക്ലിയർ ഇല്ല പ്രഭു, ബ്രേക്ക് ഉണ്ട്. ഹരേ ബ്രേക്ക് കൃഷ്ണ ആവുന്നുണ്ട്. കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ശരിയായി. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ ഹരേ ഓക്കെ. കൃഷ്ണ ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പോ നമ്മള് ഒരു ഡിഗ്രി എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്കൂളിൽ പോകണം, കോളേജിൽ പോകണം, യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഓക്കെ. ടീച്ചേഴ്സിന്റെ ഗൈഡൻസ് വേണം. ഓക്കെ. അവരുടെ ഗൈഡൻസ് ഇല്ലാണ്ട് നമുക്കൊരു ഡിഗ്രി കിട്ടില്ല. ഈവൺ നമുക്ക് എത്ര തന്നെ നോളജ് ഉണ്ടെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ജോലിക്ക് പോകുമ്പോൾ ആദ്യം ചോദിക്കുക സർട്ടിഫിക്കറ്റ്സ് ആണ്. ഏത് കോളേജിലത്തെയാണ്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് സർട്ടിഫിക്കറ്റ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എത്ര തന്നെ നല്ലൊരു ഭക്തനാവാൻ ശ്രമിച്ചാലും ശരി, ഭഗവാന്റെ അടുത്തേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റില്ല. ഭഗവാന്റെ അടുത്ത് റെക്കമെൻഡേഷൻ പോകണം. ഏത് സമ്പ്രദായത്തിലാണ്, ഏത് ഗുരുവാണ് എന്നെല്ലാം ചോദിക്കും അവിടെ. അപ്പൊ റെക്കമെൻഡേഷൻ ഇല്ലാണ്ട് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റില്ല. ഗുരു മസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാനും രാമചന്ദ്ര ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും എല്ലാ ആചാര്യന്മാരും, ശങ്കരാചാര്യ, രാമാനുചാര്യ, മാധവാചാര്യ, ഷഡ്ഗോസ്വാമീസ്, അവരെല്ലാവർക്കും ഗുരുവുണ്ട്. അവർക്കൊക്കെ ഗുരു വേണം. നമുക്ക് ഗുരു വേണ്ട എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇത്രയും എക്സോൾട്ടഡ് ഡിവോട്ടീസിന് ഗുരുവുണ്ട്, നമുക്ക് ഗുരു വേണ്ട. ശരിയാണോ അത്? അങ്ങനത്തെ ഒരു ചിന്ത അല്ല. തീർച്ചയായിട്ടും നമുക്ക് ഗുരു വേണം. ഗുരു ഇല്ലാണ്ട് നമ്മൾ പെർഫെക്റ്റ് അല്ല, അല്ലേ? അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആചാര്യന്റെ കയ്യിൽ നമുക്ക് ആ ഒരു എഡ്യൂക്കേഷൻ, വിദ്യ ലഭിക്കണം. പ്രഭുപാദോട് പ്രസ് റിപ്പോർട്ടേഴ്സ് ചോദിച്ചു, സ്വാമിജി ആർ യു പെർഫെക്റ്റ്? പ്രഭുപാദ് എന്താ മറുപടി പറഞ്ഞത്? നോ, ഐ എം നോട്ട് പെർഫെക്റ്റ്, ബട്ട് ഐ എം ഫോളോയിങ് ദ പെർഫെക്റ്റ്. ബിക്കോസ് ഐ എം ഫോളോയിങ് ദ പെർഫെക്റ്റ്, ഐ എം പെർഫെക്റ്റ്. പറഞ്ഞു മനസ്സിലായോ? റിപ്പോർട്ടേഴ്സ് പ്രഭുപാദ് ചോദിക്കും, ആർ യു പെർഫെക്റ്റ്? നോ, ഐ എം നോട്ട് പെർഫെക്റ്റ്, ബട്ട് സിൻസ് ഐ എം ഫോളോയിങ് ദ പെർഫെക്റ്റ്, ഐ എം പെർഫെക്റ്റ്. അതായത് ആരെയാണ്? ആചാര്യന്മാരെ, ഗുരുജനങ്ങളെ, സാധുക്കളെ ഫോളോ ചെയ്യുന്ന അവർ പെർഫെക്റ്റ് ആണ്. അവർ പെർഫെക്റ്റ് ആണ്. ഞാൻ അവരുടെ നിർദ്ദേശപ്രകാരം ജീവിക്കുമ്പോൾ ഞാൻ പെർഫെക്റ്റ്. അതേപോലെ നമ്മൾ പെർഫെക്റ്റ് അല്ല, പക്ഷെ നമ്മൾ എപ്പോൾ പെർഫെക്റ്റ് ആവും? നമ്മളുടെ ഗുരുജനങ്ങളെ, നമ്മൾ സാധു, സെയിൻറ്റ്ലി പേഴ്സണാലിറ്റീസ്, എക്സോൾട്ടഡ് ഡിവോട്ടീസ്, അവരെ അനുഗമിക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആവും.
അപ്പോൾ നമുക്ക് ഭഗവത് ധാമിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് അർത്ഥം. വളരെ ക്ലിയർ ആയിട്ട് ഭഗവാൻ പറയുന്നു എങ്ങനെയാണ് നമ്മൾ ഒരു സ്പിരിച്വൽ മാസ്റ്ററെ അപ്രോച്ച് ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ തത്വം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ എസ്പെഷ്യലി സനാതനധർമ്മത്തില് ഒരു ചെറിയ ഒരു ഇതല്ല, ഇറ്റ്സ് എ വാസ്റ്റ് ബോഡി ഓഫ് വേദിക് ലിറ്ററേച്ചേഴ്സ്. ഇതൊന്നും വായിച്ച് പഠിച്ച് അതിന്റെ കൺക്ലൂഷനിലെത്താനുള്ള കഴിവ് നമുക്കില്ല. അപ്പോൾ ഇതെല്ലാം വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിനെ അസിമുലേറ്റ് ചെയ്ത് അതിന്റെ കൺക്ലൂഷൻ, സാരം, സത്ത്, എസൻസ് നമുക്ക് പറഞ്ഞിരുന്നത് ആരാണ്? പ്രഭുപാദയെ പോലുള്ള എക്സോൾട്ടഡ് ഡിവോട്ടീസ്. അവര് നമ്മളെപ്പോലുള്ള ബദ്ധാത്മാക്കളല്ല അല്ലെ. അവര് ആരാണ്? അവരെന്താണ് പറയുക? മുക്താത്മാക്കൾ. അവര് നമുക്ക് വേണ്ടി ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ്. എങ്ങനെ ഭഗവാൻ അവതരിക്കുന്നുവോ, സ്വയം അവതരണം പറഞ്ഞ എന്താ? മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരാം, ആധ്യാത്മിക ലോകത്ത് നിന്ന് ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരാം. അതേപോലെ നമ്മളുടെ ഈ സെയിൻലി പേഴ്സണാലിറ്റീസ്, ആചാര്യന്മാര്, ശുദ്ധഭക്തന്മാര്, അവരും മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം, ഭഗവാന്റെ ആഗ്രഹപ്രകാരം, നമ്മളെ പോലുള്ള ബദ്ധാത്മാക്കളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് ഇറങ്ങി വരുമ്പോ അതിനെ നമ്മൾ ശരിക്കും ഉപയോഗിക്കണം. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്, അല്ലാണ്ട് അവർക്ക് ആവശ്യമില്ല. അവർ ആൾറെഡി ലിബറേറ്റഡ് ആണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്, ജസ്റ്റ് ട്രൈ ടു ലേൺ ദ ട്രൂത്ത് ബൈ അപ്രോച്ചിങ് എ സ്പിരിച്വൽ മാസ്റ്റർ. അപ്പോൾ ആ സ്പിരിച്വൽ മാസ്റ്ററുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലത്ത് ഒരുപാട് സ്പിരിച്വൽ മാസ്റ്റേഴ്സിന്റെ സെൽഫ് പ്രൊക്ലെയിംഡ് സ്പിരിച്വൽ മാസ്റ്റേഴ്സ്, സ്യൂഡോ സ്പിരിച്വൽ മാസ്റ്റേഴ്സ്. അപ്പോൾ സ്പിരിച്വൽ മാസ്റ്റേഴ്സിനും ചില ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്പിരിച്വൽ മാസ്റ്ററിനെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ശിഷ്യന്മാർക്കും ക്വാളിഫിക്കേഷൻ വേണം. അതുപോലെ ശിഷ്യന്മാർക്കും ക്വാളിഫിക്കേഷൻ വേണം, ഇല്ലെങ്കിൽ നമുക്ക് ദീക്ഷ കിട്ടില്ല. അപ്പൊ ഗുരു പറയും ശിഷ്യനാവണമെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇതാണ് ക്രൈറ്റീരിയ. അതേപോലെ നമുക്കും അത് ഈ ക്രൈറ്റീരിയ വെക്കാം. അതൊരു ഗുരു എന്താണ് ശാസ്ത്രം പറയുന്നത്, ഗുരു എന്താണ്? ഗുരു സാധു ശാസ്ത്ര, ഇത് ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം. തൻ്റെ ഗുരുവിനെ ഫോളോ ചെയ്യണം, സാധുക്കളെ ഫോളോ ചെയ്യണം, ശാസ്ത്രത്തിനെ ഫോളോ ചെയ്യണം. 24 മണിക്കൂറും കൃഷ്ണ കോൺഷ്യസ് ആയിരിക്കണം. അല്ലാതെ പകുതി സമയം ഞാൻ മെറ്റീരിയൽ ആക്ടിവിറ്റീസിലും പകുതി സമയം ഞാൻ സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, അത് അവർക്ക് ഗുരുവാകാൻ പറ്റില്ല. അതായത് ദീക്ഷാ ഗുരു, ശിക്ഷാ ഗുരു ആവാം, ഇൻസ്ട്രക്ഷൻ തരാം, നിർദ്ദേശം തരാം, ഗൈഡ് ചെയ്യാം, ഇൻസ്പയർ ചെയ്യാം. പക്ഷെ ദീക്ഷാ ഗുരു, ഈ സമ്പ്രദായത്തിൽ കണക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ദീക്ഷാ ഗുരു. ഒരുപാട് ശിക്ഷാ ഗുരുക്കളാവാം നമുക്ക്. ഒരുപാട് വെച്ചാൽ അങ്ങനെ ഒരുപാടായാലും ബുദ്ധിമുട്ടാണ്, കൺഫ്യൂഷൻ വരും. കാരണം ഓരോരുത്തരും പറയുന്ന രീതി, പ്രസന്റ് ചെയ്യുന്ന രീതി, ചിലപ്പോ കേൾക്കുന്നവർക്ക് ഇദ്ദേഹം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, ഏതാണ് ശരി ഏതാണ് തെറ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലിമിറ്റ് ചെയ്യണം. നമ്മളുടെ എവിടുന്നാണ് നമുക്ക് കിട്ടേണ്ടത് ഈ വിദ്യ, ഈ ജ്ഞാനം, ഇത് എവിടുന്നാണ് കിട്ടേണ്ടത്? നമ്മള് ലിമിറ്റഡ് ആയിട്ട് നമുക്കൊരു ശിക്ഷാ ഗുരു 2 or 3 ഒക്കെ ആവും. പക്ഷെ ദീക്ഷാ ഗുരു ഇസ് ഓൺലി വൺ, ചൈത്യ ഗുരു ഇസ് ഓൺലി വൺ. ആരാണ് ചൈത്യ ഗുരു? പരമാത്മാവ്. ദീക്ഷാ ഗുരു നമ്മളെ ഈ സമ്പ്രദായത്തിലേക്ക് കണക്ട് ചെയ്ത് ഭഗവാനിലേക്ക് എത്തിക്കുന്ന ആള്. ശിക്ഷാ ഗുരു അത് മൾട്ടിപ്പിൾ ആവാം, പക്ഷെ അവരാണ് നമ്മളെ ഇതിലേക്ക് ശിക്ഷാ ഗുരുവിന്റെ പിന്നെ വർത്തമ പ്രദർശക ഗുരു എന്ന് പറയും. നമ്മളെ ഈ ഡിവോഷണൽ സർവീസിലേക്ക് കൊണ്ടുവന്ന ആള് വർത്തമ പദപ്രദർശക ഗുരു എന്ന് പറയും. അപ്പൊ ആ ഗുരു ചിലപ്പോ ജസ്റ്റ് ഏതെങ്കിലും റോഡിൽ കണ്ട ഒരാളായിരിക്കും, പറയാണ്, ഞാൻ ചോദിക്കാണ്, ഇവിടുന്ന് ഒരു ഭജന്റെ ശബ്ദം, കീർത്തന്റെ ഇതൊക്കെ കേൾക്കുന്നുള്ളൂ. അപ്പോൾ വഴിയിൽ പോകുന്ന ആളോട് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് കേൾക്കുന്നത്, ആരാണ് ഇത്? അപ്പൊ ഇവര് ഹരേകൃഷ്ണക്കാരാണ്, ഇസ്കോണിലാണ്, അവരിവിടെ നല്ല ഭജന കാര്യങ്ങളൊക്കെ ഇതിന്. അതെയോ? ഓക്കെ, നേരെ എനിക്ക് അഡ്രസ്സ് പറഞ്ഞു തന്നു, ഞാൻ അവിടെ പോയി. അപ്പൊ എൻ്റെ വർത്തമ പ്രദർശക ഗുരു അദ്ദേഹമായിരിക്കും.
പിന്നെ അവിടെ ചെന്ന് നമ്മൾ ഡിവോട്ടീസിനെ കണ്ട് അത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരുടെ കീഴിൽ ഒരു പെർട്ടിക്കുലർ സീനിയർ ഡിവോട്ടിയുടെ കീഴിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. അപ്പോൾ അത് ശിക്ഷാഗുരു. പിന്നെ ആ ശിക്ഷാഗുരു ഒരു ആചാര്യൻ്റെ അടുത്ത്, അതായത് അറ്റ്ലീസ്റ്റ് ഒരു മധ്യമാധികാരി ആയിരിക്കണം. ദീക്ഷാഗുരു ഏത് തലത്തിലായിരിക്കണം? മിനിമം മധ്യമാധികാരിയായിരിക്കണം. നമ്മളെല്ലാം കനിഷ്ഠാധികാരികളാണ്. അപ്പോൾ കനിഷ്ഠാധികാരിക്ക് ദീക്ഷ തരാൻ പറ്റില്ല. മധ്യമാധികാരി പറഞ്ഞാൽ 24 hours ഈസ് ടോട്ടലി കൃഷ്ണ കോൺഷ്യസ് ഫുള്ളി. ഉത്തമാധികാരി ഏറ്റവും ടോപ്പിൽ. അപ്പൊ മിനിമം ദീക്ഷാഗുരു ഒരു മധ്യമാധികാരികളെ ആയിരിക്കും. പ്രഭുപാദ ഏതധികാരിയാണ്? ഉത്തമാധികാരിയാണ്. പക്ഷെ ഉത്തമാധികാരിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ് പ്രശ്നം അറിയോ? ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ആവില്ല. അങ്ങനെ ഇല്ല, പറഞ്ഞു കൊടുക്കാൻ അറിയില്ല എന്നല്ല, എല്ലാവരും ഒരുപോലെ കാണുന്നുണ്ട്. എല്ലാവരും ഒരേപോലെ കാണും. അപ്പൊ അതുകൊണ്ട് എന്താ പ്രശ്നം? എല്ലാവരും ഒരുപോലെ കാണണ്ടേ? അതല്ലേ വേണ്ടത്. അല്ല, അപ്പൊ എങ്ങനെ കനിഷ്ഠാധികാരി എല്ലാവരും അതുകൊണ്ട് ഓക്കെ, പറഞ്ഞ് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ് പ്രശ്നം? എന്തുകൊണ്ട് പ്രീച്ച് ചെയ്യാൻ പറ്റില്ല? ഓരോ തലത്തിലുള്ളവർക്ക് അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. എല്ലാവരും ഒരുപോലെ കാണുന്നു. ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ലേ അവര്? മറ്റേ മധ്യമാധികാരി ഡിസ്ക്രിമിനേറ്റ് ചെയ്യും. ആർക്ക് എന്ത് കൊടുക്കണം, ആർക്ക് എന്ത് കൊടുക്കരുത് അവർക്കറിയാം. അവർ ഡിസ്ക്രിമിനേറ്റീവ് പവർ എക്സസൈസ് ചെയ്യും. ഉത്തമാധികാരി അത് ചെയ്യില്ല. അവർക്ക് ആരായാലും ശരി, അവർ പറയേണ്ടത് പറയും. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി നമ്മള് തത്വമാണെങ്കിലും തന്നെ അത് ചില സമയത്ത് പറയാൻ പാടില്ലാത്തതായിരിക്കും. തത്വമാണ്, സത്യമാണ്. പക്ഷെ എങ്ങനെ അത് അവതരിപ്പിക്കണം, ആരോട് പറയണം, എപ്പോൾ പറയണം, ഇതൊന്നും അവർ നോക്കില്ല. അവര് കാണിച്ചാൽ ടോട്ടലി പ്യൂറാണ്. അവര് മാതാജി പറഞ്ഞ പോലെ അവർ ഈ ശരീരത്തിലല്ല കാണുന്നത്, അവരെല്ലാം ആത്മാവിനെ കാണുന്നത്. അപ്പൊ ആത്മാവിന്റെ തലത്തിൽ നിന്ന് അവർ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി ഭഗവത്ഗീതയിലെ ശ്ലോകമുണ്ട്, അനുദ്വേഗ കരം വാക്യം സത്യം പ്രിയ ഹിതം ചെയ്യത് സ്വാധ്യായാഭ്യാസനം ചെയ്വ വാൻമയം തപ ഉച്ചതി. സത്യം, അനുദ്വേഗ കരം വാക്യം സത്യം പ്രിയ ഹിതം ചെയ്ത്. അതായത് നമ്മളുടെ ഓസ്റ്റിലിറ്റി ഓഫ് സ്പീച്ചിനെ പറ്റി പറയുന്നത്, നമ്മളുടെ സംസാരം, നമ്മളെ മറ്റുള്ളവരോട് ഇടപഴകുന്നത് എങ്ങനെ, ഓസ്റ്റിലിറ്റി ഓഫ് സ്പീച്ച് അത് സത്യമായിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, പ്രിയമായിരിക്കണം, പാലറ്റബിൾ, ഓക്കെ, ഹിതമായിരിക്കണം, ബെനിഫിഷ്യൽ ആയിരിക്കണം. അപ്പോൾ ഇത് മൂന്നും എങ്ങനെ? സത്യം ചിലപ്പോ പ്ലീസിങ് ആയിരിക്കില്ല. ചില സത്യങ്ങള് പ്ലീസിങ് ആയിരിക്കില്ല. ചില സത്യങ്ങള് പറഞ്ഞാൽ ചില ആൾക്കാരെ അജിറ്റേറ്റ് ആവും. സത്യമാണ്, പക്ഷെ എങ്കിലും അജിറ്റേറ്റ് ആവും. അപ്പൊ നമ്മൾ സമയവും കാലവും പാത്രമൊക്കെ നോക്കിയിട്ട് നമ്മൾ അതിനെ വേണ്ട സമയത്ത് അത് പ്രസന്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യില്ല, കാരണം അവര് ബോഡ്ലി കൺസെപ്ഷനിലല്ല ഉത്തമാധികാരികളെ. അപ്പൊ ഇവിടെ ആരോടെ എപ്പോ എന്ത് ഇപ്പോ പ്രഭുപാദ ഇവിടെ പോയി, എവിടെ? അമേരിക്കയില്. ആദ്യം തന്നെ പറയാണ് എല്ലാവരോടും, ഓക്കെ, നിങ്ങളെല്ലാം കാറ്റ്സ് ആൻഡ് ഡോഗ്സ്, യു ആർ ലീഡിങ് എ ലൈഫ് ഓഫ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. പ്രഭുപാദ പല തവണ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പറഞ്ഞിട്ടില്ല, പിന്നീട് പറഞ്ഞിട്ടുള്ളൂ. ഹിപ്പികളെ കണ്ടുപിടുന്ന പറഞ്ഞില്ല, യർ ഓൾ യൂസ്ലെസ്, ലീഡിങ് എ കാറ്റ്സ് ആൻഡ് ഡോഗ്സ് ലൈഫ്. ആരെങ്കിലും വരുമോ? വരില്ല. ഒന്നും പറഞ്ഞില്ല. ഈവൻ ഫോർ റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് പ്രഭുപാദ അവരോട് പറയുന്നത് ഇനീഷ്യേഷൻ്റെ ആണ് പറയുന്നത്, വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പൊ അവിടെ അതാണ് ഡിസ്ക്രിമിനേറ്റീവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത്. മറ്റുള്ളവർ അറിയില്ല എന്നല്ല, അവർ അങ്ങനെ ആ തലത്തിലാണ് ഉത്തമാധികാരി. അവർ കാണുന്നതെല്ലാം ആ ഒരു ബോഡ്ലി കൺസെപ്ഷനില്ല, ആത്മാവിന്റെ കോൺസെപ്റ്റിലാണ്. അതുകൊണ്ട് അവർ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാരെ പറയുന്നത്, വളരെ ഇന്നസെന്റ്. അപ്പോൾ അവിടെ ആ സമയത്ത് പ്രഭുപാദ ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് ചാൻഡ് ഈറ്റ് പ്രസാദം.
ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ഫിലോസഫി ഒന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. പിന്നെ പ്രഭുപാദയിൽ അവർക്ക് കോൺഫിഡൻസ് വന്ന സമയത്താണ് ചെറിയ ചെറിയ ഡോസുകളായിട്ട് ഫിലോസഫി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയത്. ഓക്കെ, ആദ്യം എന്താണ് പ്രഭുപാദ തൻ്റെ കോൺഫിഡൻസ് എടുത്തു അവരിൽ, ആ ഒരു റിലേഷൻഷിപ്പിൽ. അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ലവിങ് റിലേഷൻഷിപ്പ്. അവരുടെ വയസ്സ് അന്ന് ഏകദേശം ഒരു 16 to 30, അതിൽ ഏകദേശം 20 ഇയേഴ്സ് ഏജുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ. അപ്പോൾ അന്നുള്ള എല്ലാ ഡിസൈപ്പിൾസും, ഇനീഷ്യൽ ഡേയ്സിലുള്ള ഡിസൈപ്പിൾസ് എല്ലാം ബിറ്റ്വീൻ 15 to 30 മാക്സിമം. ആവറേജ് നോക്കുമ്പോൾ ഒരു 20-21 ഇതാണ് അവർ ഏജ്. അപ്പോൾ അവർക്ക് എസ്പെഷ്യലി ഹിപ്പി കമ്മ്യൂണിറ്റിയുടെ ഒരു ഇതുണ്ടായിരുന്നു. എന്താണ്, അവര് അതായത് മുതിർന്ന ആൾക്കാരെ ഒരിക്കലും അവരനുസരിക്കില്ല. പ്രഭുപാദ അവരുടെ 3 ടൈം ഏജുള്ള ആളായിരുന്നു. 3 ടൈം 70 അല്ലെ, 20 മോർ ദാൻ 3 ടൈംസ്. എന്നിട്ടും സ്വാമിജി പറഞ്ഞ് പ്രഭുപാദ പറയുന്നത് അപ്പുറം അവർക്ക് ഉണ്ടായിരുന്നില്ല. അത് വേദമാക്കിയത്. കാരണം അവരുടെ പ്രഭുപാദ അവരെ കയ്യിലെടുത്തു. കോൺഫിഡൻസ്, സ്നേഹം കൊണ്ട്. വേറൊന്നല്ല, വേറൊന്നും കൊടുത്തില്ല. വെറും എന്താണ്, സ്നേഹം കൊണ്ട്, വിത്ത് ഡിവോട്ടി കെയർ. അപ്പോൾ അവര് എന്തും ചെയ്യാൻ തയ്യാറായി. അപ്പൊ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങൾ മീറ്റ് ഈറ്റ് ചെയ്യാൻ പാടില്ല, അതായത് മീറ്റ് ഈറ്റിംഗ് പാടില്ല, ഇൻടോക്സിക്കേഷൻ പാടില്ല, അത് പാടില്ല, ഇത് പാടില്ല പറഞ്ഞ് ആരെങ്കിലും നിൽക്കുമോ? നിൽക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് എസ്പെഷ്യലി പ്രീച്ചേഴ്സ് ഷുഡ് കം ഡൗൺ ഫ്രം ഉത്തമ ലെവൽ ടു മധ്യമ ലെവൽ ഫോർ പ്രീച്ചിങ് സേക്ക്, ടു ഡിസ്ക്രിമിനേറ്റ്. എന്ത് എപ്പോ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ളത് ഒരു ട്രിക്ക്, നാക്ക് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറയുന്നു. അപ്പോൾ സ്പിരിച്വൽ മാസ്റ്ററാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത് ഭഗവാനായിട്ട്. ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സ്പിരിച്വൽ മാസ്റ്റർ മസ്റ്റാണ്. അപ്പോൾ ആ സ്പിരിച്വൽ മാസ്റ്ററെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഡിസൈപ്പിൾസിനും വേണം. ആ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിൽ, യോഗ്യത ഉണ്ടെങ്കിൽ നമുക്ക് ദീക്ഷ എടുക്കാം. അപ്പൊ എന്താണ് പിന്നത്തെ നെക്സ്റ്റ് എന്താണ്, ഇൻക്വയർ ഫ്രം ഹിം സബ്മിസീവ്ലി ആൻഡ് റെൻഡർ സർവീസ് അൺടു ഹിം. കാരണം നമ്മൾ ഇൻക്വയറി ചെയ്യണം. എന്താണ് ഇൻക്വയറി? ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, ഈ പ്രകൃതി എന്താണ്, എന്താണ് എൻ്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം. ഓരോരുത്തരും വിവിധ സിറ്റുവേഷനിലാണ്. എന്താണ് ഈ ഡിസ്പാരിറ്റി? ചില ആൾക്കാർ വളരെ റിച്ച്, ചില ആൾക്കാർ വളരെ പുവർ, ചില ആൾക്കാർ അഗ്ലി, ചില ആൾക്കാർ ഹാൻസം ബ്യൂട്ടിഫുൾ, ചില ആൾക്കാർ ഹെൽത്തി വെൽത്തി, മറ്റുള്ളവരില്ല. വൈ ദിസ് ഡിസ്പാരിറ്റി എമംഗ് പീപ്പിൾ? ഇത് മനസ്സിലാവുന്നില്ല പല ആൾക്കാർക്കും എന്തുകൊണ്ടാണ്. അപ്പൊ ഇത് എൻക്വയറി ചെയ്യണം. എൻ്റെ ലക്ഷ്യം എന്താണ്? ഇതൊക്കെ എൻക്വയറി ചെയ്യാൻ ആർക്കാ പറ്റില്ല? ഇത് ആർക്കാ ഇതിന്റെ മറുപടി പറയാൻ പറ്റുള്ളൂ? ഇത് ജ്ഞാനം ആർക്കേ ഉള്ളൂ? ഇത് ആധ്യാത്മിക തലത്തിലെ നല്ലൊരു വിദ്യ ഒരു ശുദ്ധ ഭക്തന് മാത്രമേ ഉള്ളൂ. അപ്പൊ എൻക്വയറി സബ്മിസീവ്ലി, അത് ആ എൻക്വയറി എങ്ങനെയായിരിക്കണം? സബ്മിസീവ്ലി ആയിരിക്കണം. ആർഗ്യുമെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഒരാളോട് ആർഗ്യുമെന്റ് ചെയ്യാണ്, ഡിബേറ്റ് ചെയ്യാണ്, ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ ആരും പറഞ്ഞു തരില്ല. അപ്പൊ വളരെ സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ ചോദിക്കണം. ആൻഡ് റെൻഡർ സർവീസ് അൺടു ഹിം. അപ്പൊ സർവീസ് എങ്ങനെയാണ്? 2 തരത്തിലുള്ള സർവീസ് നമുക്ക് സ്പിരിച്വൽ മാസ്റ്ററോട് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണത്? വപു സേവ, വാണി സേവ. ഹരിബോ. വപു സേവ മീൻസ് ദാറ്റ് ഈസ് ഫിസിക്കലി നമ്മൾ ഗുരു മഹാരാജിനെ സെർവ് ചെയ്യാം. വാണി സേവ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഗുരു മഹാരാജിനെ വാപ്പു സേവ ചെയ്യാം, അതാണ് ഏറ്റവും നല്ലത് വരുന്നത്. യെസ്, അതും നല്ലതാണ്. പക്ഷെ ഒരു പ്രശ്നം എന്താണ്? അതിപരിചയാത് അവജ്ഞ, ഫെമിലാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ്. കൂടുതൽ നമ്മൾ പരിചയപ്പെടുമ്പോൾ, നമ്മുടെ ഫെമിലാരിറ്റി ആകുമ്പോൾ നമ്മൾ വില കൽപ്പിക്കില്ല. അപ്പൊ നമ്മൾ എന്താവും? ചിലപ്പോൾ അപരാധങ്ങൾ ചെയ്യും. ചില സമയത്ത് മറ്റുള്ള സേവകന്മാരോടത്ത് ചിലപ്പോൾ വഴക്കടിക്കും. ചിലപ്പോൾ ഗുരു മഹാരാജ് പറഞ്ഞ് കേൾക്കില്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഗുരു നിന്ദാവും, അത് അപരാധമാവും. നമ്മൾ ഗുരുവിനോടും അതേപോലെ ശുദ്ധഭക്തന്മാരോടും
അപരാധം കാണിച്ചാൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഭക്തിയിൽ നിന്ന് താഴെ പോകും. ഭക്തിയിൽ നിന്ന് താഴെ പോകും അല്ലേ? അതായത് നമ്മൾ കൃഷ്ണനിൽ നിന്നും അകന്നു പോകും. നമ്മൾ എന്തിനാണ് ദീക്ഷ എടുക്കുന്നത്? എന്തിനാണ് ഗുരുവിനെ സ്വീകരിക്കുന്നത്? ഭഗവാനിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അപരാധം ചെയ്താൽ നമ്മൾ കൃഷ്ണനിൽ നിന്ന് അകലെ ചെയ്യും. അപ്പോ രണ്ടും അതിൻ്റെതായിട്ടുള്ള സ്ഥാനത്താണ് ബപ്പു സേവയും വാണി സേവയും. വാണി സേവയിൽ എന്താണ് വെച്ചാൽ ഈവൻ പ്രഭുപാദ ഒരുപാട് ശിഷ്യന്മാർക്ക് ഫിസിക്കലി അല്ലാതെ തന്നെ ലെറ്ററലി ഇനീഷ്യേഷൻ കൊടുത്തിട്ടുണ്ട്. ചില ഡിസൈപ്പിൾസ് ഈവൻ പ്രഭുപാദനെ കണ്ടുകൂടിയില്ല. ചില ഡിസൈപ്പിൾസ് ജസ്റ്റ് ഗ്ലാൻസേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അവരൊക്കെ നന്നായിട്ട് പ്രഭുപാദയെ സേവിക്കുന്നുണ്ട്. എങ്ങനെ? വാണിസേവ. എന്താണ് വാണിസേവ എന്ന് പറഞ്ഞാൽ? ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഗുരു പറയാണ്, ഓക്കെ യു ഗോ ടു ദാറ്റ് പ്ലേസ്, സ്റ്റാർട്ട് എ സെന്റർ, ഗോ ദർ. അയ്യോ ഗുരു മഹാരാജ് ഭയങ്കര ചൂടാണ്, ഭയങ്കര തണുപ്പാണ്, അവിടെ നല്ലൊരു ഹൈജീൻ പ്ലേസ് അല്ല, ആ പ്രശ്നമാണ് ഈ പ്രശ്നം. പിന്നെ നമ്മൾ എന്ത് ഗുരു മഹാരാജ് എന്താണ് പറയുന്നത് അത് നമ്മൾ അനുസരിക്കണം. അപ്പം നമ്മൾ അവിടെ മറ്റുള്ള മുടന്ന ന്യായങ്ങൾ പറയാൻ പാടില്ല. ഗുരുവിന് അറിയാം നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്താണ് കപ്പാസിറ്റി, അതനുസരിച്ചിട്ടാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ തരുള്ളൂ. അത് മാത്രമല്ല, ഇൻസ്ട്രക്ഷൻ തരുന്ന സമയത്ത് ഗുരു നമ്മളെ എംപവർ ചെയ്യും. അപ്പോൾ ആ എംപവർമെന്റ് കൊണ്ടാണ് നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നത്. പല ഇനീഷ്യൽ ഡിസൈപ്പിൾസും 3 മാസം 6 മാസം മാക്സിമം 1 കൊല്ലം, അതും അമേരിക്കയിലും യൂറോപ്പിലും ജനിച്ചു വളർന്ന വേദിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ആൾക്കാരെ പ്രഭാത പറയും ഗോ ടു ഇറാൻ, ഗോ ടു പാകിസ്ഥാൻ, ഗോ ടു UK, ഗോ ടു ഓസ്ട്രേലിയ, ഓപ്പൺ ദി സെന്റർ. അവര് ജസ്റ്റ് ദേ ഗോ because that is the instruction of the spiritual master. പോയി അവര് സക്സസ്ഫുൾ ആയി. അവര് എന്തുകൊണ്ടാണ് സക്സസ്ഫുൾ? അവരുടെ നോളജ് കൊണ്ടാണോ? അവരുടെ വല്ല സ്കില്ലോ എബിലിറ്റി കൊണ്ടാണോ? അല്ല, ഗുരുവിന്റെ എംപവർമെന്റ് കൊണ്ട്. ഗുരു നമുക്കൊരു നിർദ്ദേശം തരുമ്പോൾ അതിനോടുകൂടി ഗുരു നമ്മളെ എംപവർ ചെയ്യുന്നു. ആ ഗുരുവിന്റെ എംപവർമെന്റ് കൊണ്ടാണ് നമുക്ക് കാര്യം സാധിക്കുന്നത്. അല്ലാണ്ട് നമ്മുടെ കഴിവൊന്നല്ല, നമ്മളുടെ കരിഷ്മയൊന്നല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരുപാട് പ്രഭുപാദ ഡിസൈപ്പിൾസ് അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ആ സ്റ്റോറി അപ്പോൾ പ്രഭുപാദ മെമ്മറീസിൽ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഓരോരുത്തരെയും അവരുടെ റിയലൈസേഷൻ, പ്രഭുപാദായിട്ടുള്ള ബന്ധവും പ്രഭുപാദായിട്ടുള്ള ആ ഒരു വളരെ സ്വീറ്റ് ആയിട്ടുള്ള ടൈം, ഏർലിയർ ടൈം. എത്ര അതായത് പ്രഭുപാദ ഇപ്പൊ പകലാന്ന് പറഞ്ഞപ്പോ പകലാണ്, ഇപ്പൊ രാത്രി പറഞ്ഞപ്പോ രാത്രി. ഇത്രയും ഇതാണ് ആ ഒരു പ്രഭുപാദം എന്താണ് പറയുന്നതിലും അപ്പുറത്തില്ല. അതാണ് അവരത്. സോ ദേ ആർ ടോട്ടലി സോൾഡ് ഔട്ട് ടു ഗുരു. അപ്പൊ ഒരു ബോണഫൈഡ് ഗുരുവിനെ കിട്ടിയാൽ തീർച്ചയായിട്ടും എന്താണ് ഗുരു നമ്മളോട് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്നത് അത് ഇപ്പൊ ഭഗവത്ഗീത ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ, കൾട്ടിവേറ്റ് ഡിവോട്ടീസ്, ടെമ്പിൾ കൺസ്ട്രക്ഷൻ, അതിന് പണം കൊടുക്കുക, അതായത് ലക്ഷ്മി കൊടുക്കുക, ടെമ്പിളിൽ സേവ ചെയ്യുക, പ്രീച്ച് ചെയ്യുക, ഒരുപാട് സേവകളുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ കഴിവനുസരിച്ചിട്ട് ഗുരു നമുക്ക് പറഞ്ഞു തരും. എല്ലാവർക്കും കൂടി ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും എല്ലാവർക്കും. അത് കോമൺ ആയിട്ടുള്ള ഫോളോ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, ചാൻ മിനിമം 60 റൗണ്ട്സ് ആൻഡ് യാരെ ദേക്കാ താരെ കഹ കൃഷ്ണ ഉപദേശ. നമ്മളുടെ കഴിവനുസരിച്ച് ഓരോരുത്തർക്ക് അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ സിമ്പിൾ ലിവിങ്, ഹൈ തിങ്കിങ്, എല്ലാവർക്കും ഉള്ള ഒരു ജനറൽ. ചില ഡിവോട്ടീസിന് സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും അവരുടെ കഴിവനുസരിച്ചിട്ട്. ഇപ്പം എല്ലാവർക്കും അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ചില സീനിയർ ഡിവോട്ടീസിന് അവരുടെ ഇതനുസരിച്ച് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ബാപ്പു സേവ കിട്ടിയാൽ അത് നന്നായിട്ട് ചെയ്യാനും അറിഞ്ഞിരിക്കണം. അപ്പം അതിനുള്ള കഴിവും നമുക്കുണ്ടായിരിക്കണം. ഫിസിക്കലായിട്ടും ഇന്റലക്ച്വൽ ലെവലിലും നമുക്കതുണ്ടെങ്കിൽ അപ്പോൾ ഗുരുവിന്റെ സേവാ ടീമിലും കിട്ടും. എത്രയോ ആൾക്കാർക്ക് അതിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഗുരുവിന്റെ ഈവൻ നമ്മുടെ ഗുരു മഹാരാജിന് ഫോർ എക്സാമ്പിൾ പ്രഭുപാദ ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഇഷ്ടം പോലെ ഇൻസ്ട്രക്ഷൻ, ഇതെല്ലാം ഹീസ് ട്രൈങ് ടു എക്സിക്യൂട്ട് ദാറ്റ്. ഇതെല്ലാം പ്രഭുപാദയ്ക്ക് വേണ്ടിയിട്ട് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. സോ നമ്മുടെ ഗുരു മഹാരാജ് തൻ്റെ ശിഷ്യന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്,
എനിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെയും കൂടി സഹായം വേണം. എന്നാൽ മാത്രമേ എനിക്ക് പ്രഭുപാദ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്ലീസ് ഹെൽപ്പ് മീ. ഇപ്പോൾ വാണി സേവ, വാപ്പു സേവ. ഇപ്പോൾ വാണി സേവ നമുക്ക് കിട്ടിയാലും ഒരുപാട് സേവ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ട് ഗുരുവിനെ പ്ലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗുരു കാണുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്ന സേവ ഗുരു അറിയുന്നില്ലല്ലോ, ഗുരു കാണുന്നില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല. ഗുരു അറിയുന്നുണ്ട്, ഭഗവാൻ അറിയുന്നുണ്ട്. നമ്മൾ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല സേവ ചെയ്യുന്നത്. അതെ, അതായത് ഞാൻ ചെയ്യുന്ന സേവ മറ്റുള്ളവർ അറിയണം. അപ്പൊ അതെന്തായി? അത് പേരും പ്രശസ്തിക്കായി. അത് സേവയല്ല, അവിടെ എക്സ്പെക്ടേഷൻ. ഞാൻ ചെയ്യുന്നത് മറ്റുള്ളവർ അറിയണം എന്നാന്ന് വെച്ചാൽ പേരും പ്രശസ്തി, അവിടെ പ്രതിഷ്ഠ, ലാഭം, അതാണ് അവിടെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ സേവ ചെയ്യുന്നത് ഗുരു മഹാരാജിനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രഭുപാദെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഭഗവാനെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വൈഷ്ണവന്മാരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അപ്പോ സർവീസ് 2 തരത്തിലാണ്, വപു ആൻഡ് വാണി. അപ്പൊ ഏതാണ് നമുക്ക് കിട്ടുന്നത്? ഗുരു മഹാരാജിന്റെ ആ മൊഴി പ്രകാരം നമുക്ക് കിട്ടുന്നത് നമുക്കത് സ്വീകരിക്കുക. അത് സിൻസിയറിറ്റിയോടുകൂടി നമ്മൾ അത് ചെയ്തു പോവുക. പ്രഭുപാദ ഇവിടെ ഒരു ഡിസൈപ്പിൾ പറഞ്ഞു ഏർലി ഡേയ്സില്, പ്രഭുപാദ്, ഐ വാണ്ട് ടു ആൾവേസ് റിമെയിൻ അറ്റ് യുവർ ലോട്ടസ് ഫീറ്റ്. ഞാൻ എപ്പോഴും അങ്ങയുടെ തൃപ്പാദങ്ങളിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രഭുപാദ് പറഞ്ഞു, നോ, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഐ ആം ആൾവേസ് ഓൺ ട്രാവൽ. എപ്പോഴും ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് എപ്പോഴും എൻ്റെ തൃപ്പാദത്തിൽ അങ്ങേക്ക് ഇരിക്കാൻ പറ്റില്ല. പ്രഭുപാദ് പിന്നെ പറഞ്ഞു, ദർ ആർ സം ഡിസൈപ്പിൾസ്, ഓക്കെ, ഇൻ ദ നെയിം ഓഫ് അസോസിയേഷൻ ദേ ആർ ലൈക്ക് മോസ്കിറ്റോസ്. എന്താണ് മോസ്കിറ്റോന്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞത്? ദേ ആർ ലൈക്ക് മോസ്കിറ്റോസ്, സം ഓഫ് ദ ഡിസൈപ്പിൾസ്. എന്താണ് പറഞ്ഞത്, മനസ്സിലായോ? പൂവിലിരുന്നാലും അല്ല, ഇത് ബ്ലഡ് കുടിക്കാൻ. ആ, അതേപോലെ ഡിസൈപ്പിൾസ് അസോസിയേഷന്റെ പേരും പറഞ്ഞിട്ട് പ്രഭുപാദർ ദേഹത്തിൽ ഇരുന്നിട്ട് സക്കിംഗ് ദ ബ്ലഡ്, നോട്ട് ഡൂയിങ് സേവ ബട്ട് സക്കിംഗ് ദ ബ്ലഡ്. അതല്ല പ്രഭുപാദ ആഗ്രഹിക്കുന്നത്. ഗോ ടു ദ ഫീൽഡ്, അതായത് ഗോ ടു ദ ബാറ്റിൽ ഫീൽഡ്. ബാറ്റിൽ ഫീൽഡാണ് ഈ ഭൗതിക ലോകം, ബാറ്റിൽ ഫീൽഡാണ്. എങ്ങനെ അർജുനൻ യുദ്ധക്കളത്തിലാണല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. അർജുനന് യുദ്ധക്കളത്തിലാണ്, മായയെ ചെയ്യാണ്. ഈസ് ആൾസോ ബീങ് അറ്റാക്ഡ് ബൈ മായ ആൻഡ് ഹി ഈസ് ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദ മായ, കൗരവർ. അതുപോലെ നമ്മളും യുദ്ധക്കളത്തിലാണ്. അത് ഫിസിക്കലി എല്ലും അമ്പും അല്ലെങ്കിൽ തോക്കും ഇതായിട്ടല്ല, പക്ഷേ പൊതുവെ നോക്കുമ്പോൾ നമ്മളും യുദ്ധക്കളത്തിലാണ്. അപ്പം ആ മായയുടെ അറ്റാക്കിനെ നമ്മൾ പ്രതിരോധിക്കാനുള്ള ആ കവചം നമ്മുടെ അടുത്ത് വേണം, അല്ലേ? അപ്പോ നമ്മളും സന്നദ്ധരായിരിക്കണം. എപ്പോ വേണം നമ്മളെ മായ പിടിക്കും. അപ്പോ ആ കവചമാണ് എന്ത്? നമ്മൾ രാവിലെ തന്നെ ബ്രഹ്മമുഹൂർത്തത്തില് 16 മാല ജപിക്കുന്നത്. അപ്പൊ നമുക്ക് നാരായണ കവചം കിട്ടി. പിന്നെ എന്ത് തന്നെ വന്നാലും ആ അമ്പൊക്കെ ബൗൺസ് ചെയ്ത് പോകും. നമ്മുടെ എല്ലാവരും അമ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ബൗൺസ് ചെയ്ത് പോകും. കാരണം പ്രൊട്ടക്ഷൻ ഉണ്ട് നമുക്ക്. പ്രഭുപാദ് അതാ പറഞ്ഞത്, സോ ഐ ഡോണ്ട് വാണ്ട് സച്ച് ഡിസൈപ്പിൾസ് നോ ഹു സക്സ് മൈ ബ്ലഡ്. അതാണ് പ്രഭുപാദ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അടുത്ത് നിന്നിട്ട് പാരസൈറ്റ് ആവുന്നു അല്ലെങ്കിൽ മോസ്കിറ്റോ ആവുന്നതിന്റെ കാര്യമില്ല. അപ്പോൾ ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ, ഇൻസ്ട്രക്ഷൻസിനെ പാലിക്കുക എന്ന് പറയുന്നതാണ് ഗുരുസേവ. അപ്പൊ ഈ 2 തരത്തിലുള്ള സേവ. The self-realized souls can impart knowledge unto you because they have seen the truth. പ്രഭുപാദന്റെ ഗുരു ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പ്രഭുപാദായിട്ട് മെയിനായിട്ട് 2-3 ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് പ്രഭുപാദയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ്? അമ്പലങ്ങള് പണിയാ, ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാ. ഓക്കെ, അമ്പലങ്ങൾ, ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, അതായത് പ്രിന്റ് ആൻഡ് പബ്ലിഷ് ബുക്സ്. പിന്നെ ആദ്യം കണ്ടപ്പോൾ 1922 ചൈതന്യ മഹാപ്രഭുവിന്റെ ഇത് ഇൻസ്ട്രക്ഷൻസ്
മെസ്സേജ് പാസ് ചെയ്യാ അമേരിക്കയില് പാശ്ചാത്യ ദേശത്തിൽ പോയിട്ട് പ്രചരിപ്പിക്കണം അല്ലേ? ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ പറഞ്ഞു കൊടുത്തത് ഗോ ടു ദ വെസ്റ്റേൺ വേൾഡ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ മിഷൻ ഓഫ് ചൈതന്യ മഹാപ്രഭു. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ അത് തൻ്റെ ലൈഫ് ആൻഡ് സോളായിട്ട് പ്രഭുപാദ് എടുത്തു. ഇറ്റ് ടുക്ക് സോ മെനി ഇയേഴ്സ്. 1922 അദ്ദേഹത്തിന് ഇൻസ്ട്രക്ഷൻ കിട്ടിയതാണ്. 1965 അദ്ദേഹത്തിന് അമേരിക്കയിൽ പോയിട്ട് 1966 ഇസ്കോൺ സ്ഥാപിച്ചു. It took so many years, but always carried that instruction within his heart. അത് അദ്ദേഹത്തിൻ്റെ ലൈഫ് ആൻഡ് സോൾ ആയിട്ട് എടുത്തു ഇൻസ്ട്രക്ഷൻ. സോ ഹി ഫുൾഫിൽ ദാറ്റ്. സിമിലർലി എല്ലാ ഡിസൈപ്പിൾസും പ്രഭുപാദ കൊടുത്ത, അതായത് പ്രഭുപാദ ഏർലി ഡിസൈപ്പിൾസ് ഹു ആർ നൗ ഗുരൂസ്, ദീക്ഷാ ഗുരൂസ്, അവരെല്ലാം അവർക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷൻസ് ഫുൾഫിൽ ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. എവറിബഡി, ഓൾ ഓഫ് ദം. അപ്പോൾ ഇവരെന്താണ്? ദ സെൽഫ് റിയലൈസ് സോൾസ് ക്യാൻ ഇമ്പാർട്ട് നോളേജ്. അപ്പോൾ ഇവരെല്ലാം ജ്ഞാനിന തത്വദർശിന, തത്വദർശികളാണ് അവരൊക്കെ. റിയലൈസ് സോൾസ് ആണ്. അവർക്ക് നമുക്ക് ഈ ജ്ഞാനത്തിന് പറഞ്ഞു തരാൻ പറ്റും. ദേ ഹാവ് സീൻ ദ ട്രൂത്ത്. തത്വങ്ങൾ കണ്ടവരാണ്, മനസ്സിലാക്കിയവരാണ്, റിയലൈസ് ആണ്. അപ്പോൾ ഇറ്റ്സ് എ മസ്റ്റ്. നമുക്ക് എല്ലാവർക്കും ഗുരു വേണം. ഗുരു ത്രൂ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഗുരുവിൻ്റെ മേഴ്സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യുള്ളൂ. അല്ലാതെ ഗുരു ഇല്ലാതെ നമുക്ക് കൃഷ്ണനെ കിട്ടില്ല. തീർച്ചയായിട്ടും അത് വളരെ സ്പഷ്ടമായിട്ട് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം പർപ്പോട്ടിൽ എന്താണ്. The path of spiritual realization is undoubtedly difficult. The Lord therefore advises us to approach a bona fide spiritual master in the line of discipline sustained from the Lord himself. നമുക്കൊരു മെഡിക്കൽ കോളേജിൽ പോവാതെ ഒരു നല്ലൊരു ഡോക്ടർ, ഒരു സർജൻ ആവണം ആഗ്രഹമുണ്ട്. എനിക്ക് കോളേജിൽ പോകണ്ട, പഠിക്കണ്ട, ഒരു എക്സ്പേർട്ട് ഫിസിഷ്യൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണ്ട, ഞാനൊരു നല്ലൊരു സർജൻ ആവാൻ പറ്റുമോ? പറ്റില്ല. അതേപോലെ ഒരു നല്ലൊരു ഡിവോട്ടിയുടെ കീഴിൽ, എക്സ്പേർട്ട് ഡിവോട്ടിയുടെ കീഴിൽ ഞാൻ പഠിച്ചാൽ മാത്രമേ ഞാൻ നല്ല ഡിവോട്ടി ആവുള്ളൂ. സിമ്പിൾ. അപ്പോൾ ഇവിടെ പ്രഭുപാദ പറയുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടിലാണ് ഈ സ്പിരിച്വൽ റിയലൈസേഷൻ. പക്ഷെ ഇറ്റ് ഈസ് പോസിബിൾ. എങ്ങനെ? ഇഫ് വി അപ്രോച്ച് എ ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ. അത് എങ്ങനെ? പ്രോപ്പർ സമ്പ്രദായത്തിൽ വരുന്നത്. സെൽഫ് പ്രൊക്ലൈംഡ് ആയിട്ടുള്ള ഒരുപാട്, ഞാൻ ഇന്ന് പൊട്ടിമുളച്ചു വന്നു, ഇന്ന് ഞാനൊരു ഗുരുവാണ്. ഓക്കെ, അങ്ങയുടെ ഗുരു ആരാണ്? എനിക്ക് ആരും ഗുരുവില്ല, ഞാൻ തന്നെ ഗുരു, വൺ ആൻഡ് ഓൺലി ഗുരു. സോ യു ജസ്റ്റ് വേർഷിപ്പ് മീ, ഐ ആം ദ ഗോഡ്. അങ്ങനത്തെ ആൾക്കാരുടെ പോണോ? എന്താണ് അബദ്ധം? അപ്പൊ ഗുരുവിന്റെ യോഗ്യത എന്താണെന്ന് നമ്മുടെ ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും മറ്റു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമേ ഗുരു ആകാൻ പറ്റൂ. ആരെങ്കിലും ചെന്നിട്ട് നമുക്ക് ഗുരു ആയിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ അവര് ബോണഫൈഡ് ആയിരിക്കണം, സമ്പ്രദായത്തിൽ വരുന്നവരായിരിക്കണം, 24 hours കൃഷ്ണ കോൺഷ്യസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ പറ്റുള്ളൂ. ജ്ഞാനം വേണം, വൈരാഗ്യം വേണം, ഇതെല്ലാം ക്രൈറ്റീരിയയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ഭക്തനെ മാത്രമേ നമുക്ക് ഗുരുവായിട്ട് കണക്കാവൂ, സ്വീകരിക്കാൻ പറ്റും. ദ ലോർഡ് ഈസ് ദ ഒറിജിനൽ സ്പിരിച്വൽ മാസ്റ്റർ ആൻഡ് എ പേഴ്സൺ വിത്ത് ദ ഡിസിപ്ലിൻ സക്സഷൻ ക്യാൻ കൺവേ ദ മെസ്സേജ് ഓഫ് ദ ലോർഡ് ആസ് ഇറ്റ് ഈസ് ടു ഹിസ് ഡിസൈപ്പിൾ. ഇപ്പോൾ ഒറിജിനൽ സോഴ്സ്, പ്രതിനിധി, സ്പിരിച്വൽ മാസ്റ്റർ ഈസ് ദ റെപ്രസെൻറ്റേറ്റീവ്. എന്താണ് റെപ്രസെൻറ്റേറ്റീവ് മലയാളത്തിൽ പറയാം? പ്രതിനിധി. നിധി ആരാണ്? നിധി ഭഗവാൻ. സോഴ്സ്, അതാണ് സോഴ്സ്. ഭഗവാനാണ് സോഴ്സ്. ഭഗവാന്റെ ആ സോഴ്സിനെ റെപ്രസെന്റ് ചെയ്ത ആളാണ് പ്രതിനിധി. അപ്പോ ലോർഡ്, സുപ്രീം ലോർഡ് കൃഷ്ണ ഇസ് ദ ഒറിജിനൽ സുപ്രീം സ്പിരിച്വൽ മാസ്റ്റർ. ആ ഭഗവാന്റെ അവിടുന്ന് പല ബ്രാഞ്ചസ് ആയിട്ട് ഈ നോളജ് താഴെക്കടയിലേക്ക് എത്തുന്നുണ്ട്. അതാണ് ഡിഫറെന്റ് സമ്പ്രദായസ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്.
ശ്രീ സമ്പ്രദായ, ബ്രഹ്മമാധവ് ഗൗഡി സമ്പ്രദായ, നിംബാർക്ക സമ്പ്രദായ, രുദ്ര സമ്പ്രദായ, അല്ലേ? കുമാര സമ്പ്രദായ, രുദ്ര സമ്പ്രദായ, ഇതൊക്കെ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആണ്, ഭഗവാൻ തന്നെ വരുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബോണഫൈഡ് സമ്പ്രദായത്തിൽ നമ്മൾ ഒരു കണ്ണിയാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനിലേക്ക് ആധ്യാത്മികത നമുക്ക് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റും. No one can be spiritually realized by manufacturing his own process. ഇന്നത്തെ കാലത്ത് കൂടുതൽ അതാണ് കാണുക. നമ്മൾ തന്നെ നമ്മുടെ പ്രോസസ്സ് ഉണ്ടാക്കും. As is the fashion of the foolish pretenders. അപ്പൊ അവരെന്താ പറയുന്നത്? സ്യൂഡോ ഗുരുസ്, പ്രിറ്റൻഡേഴ്സ്, ഇമ്പോസ്റ്റേഴ്സ്. ഇഷ്ടംപോലെ കലികാലത്തില് നമ്മുടെ മഴക്കാലത്ത് പാറ്റകൾ വരുന്നില്ലേ? ആദ്യത്തെ മഴയ്ക്കൊക്കെ ഒരുപാട് പാറ്റയൊക്കെ വരില്ലേ? അതേപോലെ ഇഷ്ടംപോലെ അങ്ങനെ സെൽഫ് പ്രൊക്ലെയിംഡ് ഗുരു കാണാം. പക്ഷെ അവരിൽ നിന്നെല്ലാം നമ്മൾ വിട്ടു നിൽക്കണം. പ്രോപ്പർ ഗുരു ആരാണ്, എന്താണ് യോഗ്യത, ഇതെല്ലാം നമ്മുടെ ശാസ്ത്രത്തിന് നമുക്ക് കിട്ടും. സോ ഭാഗവതം says ധർമാം തു സാക്ഷാത് ഭഗവത് പ്രണീതാം. The path of religion is directly enunciated by the Lord. ഭഗവാൻ സ്വയം എന്താണ് ധർമ്മം എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. Therefore, mental speculation or dry arguments cannot help lead one to the right path. അതായത് നമ്മളുടെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഓക്കെ, സാങ്കല്പികമായിട്ടുള്ള ആ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് എത്താൻ പറ്റില്ല. നമ്മളെ ആ ശരിയായിട്ടുള്ള വഴിയിലേക്ക് നയിക്കില്ല. Therefore, mental speculation or dry argument cannot help lead one to the right path എന്നാണ് പറയുന്നത്. Nor by independent study of books of knowledge can one progress in spiritual. നമ്മൾ ലൈബ്രറിയിൽ ഒരുപാട് ബുക്സ് ഉണ്ട്, അതൊക്കെ വായിച്ച് പഠിച്ച് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ പറ്റില്ല. ഈവൻ ഒരു ഓർഡിനറി ഡിഗ്രി നമുക്ക് കിട്ടില്ല, എന്നിട്ടല്ലേ ആധ്യാത്മിക ലോകത്തിൽ പോകുന്ന കാര്യം. So one has to approach a bona fide spiritual master to receive the knowledge. Such a spiritual master should be accepted in full surrender. One should serve the spiritual master like a menial servant without false prestige. Kinkara എന്ന് പറഞ്ഞ slave. What can I do for you? Okay, I am a servant. അങ്ങനെ ഒരു menial servant ആയിട്ട് നമുക്ക് യാതൊരു എക്സ്പെക്ടേഷനും ഇല്ലാണ്ട് ഗുരുവിനെ സെർവ് ചെയ്താൽ ഭഗവാൻ വിൽ ബി പ്ലീസ്ഡ് വിതൗട്ട് ഫോൾസ് പ്രസ്റ്റീജ്. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ സെൽഫ് റിയലൈസ്ഡ് സ്പിരിച്വൽ മാസ്റ്റർ ഈസ് ദ സീക്രട്ട് ഓഫ് അഡ്വാൻസ്മെന്റ് ഇൻ സ്പിരിച്വൽ ലൈഫ്. അപ്പൊ നമ്മൾ ഗുരുവിനെ എങ്ങനെ തൃപ്തിപ്പെടുത്തുന്നു, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മളുടെ പ്രോഗ്രസ് സ്പിരിച്വൽ ലൈഫിൽ. Inquiries and submission constitute the proper combination for spiritual understanding. Unless there is a submission and service, inquiries from the learned spiritual master will not be effective. അപ്പോൾ നമ്മുടെ എൻക്വയറീസ് സബ്മിസീവായിരുന്നു, അതായത് സമർപ്പണ ഭാവത്തിനോട് കൂടെ ആയിരിക്കണം. ഒരു ആർഗ്യുമെന്റ് വഴി ആയിരിക്കരുത്, ഡിബേറ്റ് ആയിരിക്കരുത്. ഗുരുവിനോട് ഓക്കെ ലെറ്റ് മീ ഹാവ് എ ഡിബേറ്റ് വിത്ത് യു, ദെൻ ഐ വിൽ സീ. ഒരിക്കലും സ്കൂളിൽ നമ്മള് സ്കൂളിലോ കോളേജിലോ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭുജി, എനിക്കും കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ഓക്കെ ഞാൻ കുറച്ച് ബാക്കിൽ പോയിരുന്ന അതായിരിക്കും ചിലപ്പോ കുറച്ച്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ടീച്ചറോട് ആർഗ്യൂ ചെയ്യാണ്, നിങ്ങൾക്ക് എത്ര അറിവുണ്ട് ഞാനൊന്ന് നോക്കട്ടെ. ആ ടീച്ചർ നമുക്ക് നന്നായിട്ട് പഠിപ്പിക്കുമോ? ഒരിക്കലും പഠിപ്പിച്ചില്ല. കാരണം അവിടെ എന്താണ്? ആർഗ്യുമെന്റ് ആണ്, തർക്കമാണ്. അവിടെ ആർക്കാണോ സബ്മിസീവ് മൂഡുള്ളത്, സമർപ്പണമാണോ, അവരോടാണ് ടീച്ചർ നല്ല സ്നേഹത്തോടുകൂടി ഉപദേശിക്കുക, നല്ല സ്നേഹത്തോട് പഠിപ്പിച്ചു കൊടുക്കുക. ആര് ആർഗ്യൂ ചെയ്യുന്നു, ആര് കലഹിക്കുന്നു, അവരോട് ടീച്ചർക്ക് ഒരു നല്ലൊരു അപ്രോച്ച് ആയിരിക്കില്ല. അത് മനുഷ്യ സഹജമാണ്. അതേപോലെ ഞാൻ സ്പിരിച്വൽ മാസ്റ്റർക്ക് നോളജ് ഉണ്ടോ നോക്കട്ടെ, എല്ലാ ശ്ലോകങ്ങളൊന്ന് പറയും നോക്കട്ടെ, എന്നിട്ട് ഞാൻ സ്വീകരിക്കാം അങ്ങേ. അങ്ങനെ ആരെങ്കിലും പറയുമോ? പറയാൻ പാടുണ്ടോ?
ബോണഫൈഡ് സ്പിരിച്വൽ മാസ്റ്റർ എല്ലാ യോഗ്യതകളും ഉണ്ട് ശാസ്ത്രപ്രകാരം. accept him and just serve him. ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതെല്ലാം ഭഗവാൻ റിവീൽ ചെയ്യും. അതാണ് പറയുന്നത്. അപ്പോൾ സബ്മിഷൻ ആൻഡ് സർവീസ് അത് രണ്ടും മസ്റ്റാണ്. എന്നിട്ട് മാത്രമേ ഇൻക്വയറീസ് പറ്റുള്ളൂ. So one must be able to pass the test of the spiritual master, and when he sees the genuine desire of the disciple, he automatically blesses the disciple with genuine spiritual understanding. അപ്പോൾ നമ്മളുടെ ആ സിൻസിയർ ആഗ്രഹങ്ങൾ, ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹങ്ങൾ, നമ്മുടെ ആധ്യാത്മിക തലത്തിൽ ഉയരണമെന്നുള്ള ആഗ്രഹങ്ങൾ, ആ തീവ്ര ഇച്ഛ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗുരു മഹാരാജ് നമുക്ക് വേണ്ടുന്ന ആ നോളജ് പകർന്നു തരും. ജസ്റ്റ് ബ്ലെസ്സിങ്, ദർ ബ്ലെസ്സിങ് ഇസ് ഇനഫ്. അവരനുഗ്രഹം മതി. In this verse, both blind following and absurd inquiries are condemned. നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് നാള് പറഞ്ഞു ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യണമെന്നല്ല പറയുന്നത്. അതേപോലെ തന്നെ അബ്സേർഡ് ഇൻക്വയറീസ് ആണ് രണ്ടും കണ്ടം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം. അപ്പോൾ കുറച്ചു കാലം നമ്മൾ ഒരു ഇതിൽ വരുമ്പോൾ മറ്റുള്ള ഡിവോട്ടീസിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ബിഹേവിയറും, അതായത് ഗുരുമാരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. സോ വി ക്യാൻ ഡിസൈഡ്, ഹി ഈസ് my guru, so let me take shelter of this guru. Not only should one hear submissively from the spiritual master, but one must also get a clear understanding from him in submission and service and inquiries. Bona fide spiritual master is by nature very kind toward the disciple. Therefore, when the student is submissive and is always ready to render service, the reciprocation of knowledge and inquiries become perfect. ഒരു ഡിസൈപ്പിൾ, ഒരു ശിഷ്യൻ ഒരു സമർപ്പണ ഭാവത്തോടു കൂടി, സേവാഭാവത്തോടു കൂടിയിട്ട് നമ്മൾ ഗുരു മഹാരാജുവിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എൻക്വയറീസും പെർഫെക്റ്റ് ആവും. നമുക്ക് കിട്ടുന്ന ജ്ഞാനം ഓട്ടോമാറ്റിക്കലി നമുക്കത് മനസ്സിലാക്കാൻ പറ്റും, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അത്ര ഈസി ആയിട്ട് പറ്റില്ല. ഭഗവാന്റെയും ഗുരുവിൻ്റെയും ആ ഒരു ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിനാണ്. അവരെല്ലാം തത്വദർശികളാണ്. അവരെ ഗുരുവായിട്ട് സ്വീകരിക്കുക, ദീക്ഷ സ്വീകരിക്കുക, സമ്പ്രദായത്തിൽ ഒരു കണ്ണിയാവുക. അപ്പോൾ അവരുടെ മേഴ്സി കൊണ്ട്, അവരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ പറ്റും. ब्रह्मांड भ्रमिदे कौन भाग्यवान जीव गुरु कृष्ण प्रसादे पाയ ഭക്തി ലതാ ബീജ. ഗുരു കൃഷ്ണ പ്രസാദെ, ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും മേഴ്സി കൊണ്ടാണ് നമുക്ക് ഈ ഭക്തിലത സീഡ് കിട്ടുന്നത്, നമ്മളുടെ കഴിവ് കൊണ്ടല്ല. പല ഡിസൈപ്പിൾസും ചോദിച്ചു പ്രഭുപാദോട്, പ്രഭുപാദ് വാട്ട് ക്വാളിഫിക്കേഷൻ ഡിഡ് വി ഹാവ്, എന്ത് യോഗ്യതയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്, അതായത് പ്രഭുപാദെ കിട്ടാനും ഈ ഭക്തി നമുക്ക് കിട്ടാനും. പ്രഭുപാദ പറഞ്ഞു, യു ഡിഡ് നോട്ട് ഹാവ് എനി ക്വാളിഫിക്കേഷൻ, നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഇല്ല, ഐ ഗേവ് യു ദ ക്വാളിഫിക്കേഷൻ. അതാണ് കമ്പാഷൻ, വൈഷ്ണവന്മാരുടെ കമ്പാഷനാണ്. ഒരു യോഗ്യത ഇല്ലാത്ത ആൾക്കാരെ, ഒരു അർഹതയില്ലാത്ത ആൾക്കാരെ കരുണ, അതിനാണ് കരുണ അല്ലേ പറയുന്നത്. നമുക്ക് യാതൊരു അർഹതയില്ല, ഒരു യോഗ്യതയില്ല, എന്നിട്ടും നമുക്ക് കിട്ടുന്നത് എന്താണ്? ആരാണോ നമുക്ക് തരുന്ന അവരുടെ കരുണ. അത് നമ്മൾ ചോദിക്കാതെ കിട്ടുകയാണ്. അതാണ് ആദ്യത്തെ ഇനീഷ്യൽ ഡിസൈപ്പിൾസ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ. അവർക്ക് അത്ഭുതം, എന്ത് യോഗ്യതയാണ്. ഇപ്പൊ എനിക്ക് ഫോർ എക്സാമ്പിൾ, എനിക്ക് യാതൊരു യോഗ്യതയില്ല. എൻ്റെ ഒരു കമ്പനിയുടെ CEO ഒക്കെയാണ് ഒരാൾ വന്നിട്ട്, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടില്ലേ. യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ല, യാതൊരു എക്സ്പീരിയൻസും ഇല്ല, കമ്പനിയുടെ ടോപ്പ് പൊസിഷൻ എനിക്ക് തരാമെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി സർപ്രൈസിങ്. അതേപോലെ തന്നെ അവരും അന്നത്തെ ഇനീഷ്യൽ ഡിസൈപ്പിൾസും പറഞ്ഞതാണ്, ഞങ്ങൾക്ക് യാതൊരു യോഗ്യതയില്ല, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഒരു വേദിക് ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്കില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ല, ABCD അറിയില്ല. എല്ലാം ആദ്യം മുതൽക്ക്
ഹൗ ടു സിറ്റ്, ഹൗ ടു ടോക്ക്, ഹൗ ടു വാക്ക്, ഹൗ ടു ഡ്രസ്, ഇതെല്ലാം എ ടു സി പ്രഭുപാദ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ പ്രഭുപാദയുടെ കമ്പാഷനാണ് ഇവിടെ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ആരൊക്കെയാണ് ദീക്ഷ എടുക്കാത്തത് വെച്ചാൽ അവർക്ക് അതിലോട്ട് നമ്മൾ പ്രയത്നിക്കണം, ഇന്നല്ലെങ്കിൽ നാളെ. അപ്പൊ അതിനുള്ള ക്രൈറ്റീരിയ, അതിനുള്ള യോഗ്യത എന്താണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കാണിച്ചാൽ ഗുരു ഇല്ലാതെ നമുക്ക് എത്താൻ പറ്റില്ല, ആധ്യാത്മിക ലോകത്തിലേക്ക് എത്താൻ പറ്റില്ല. അത് മസ്റ്റാണ്. അങ്ങനെയായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീ രാമചന്ദ്ര ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരും ഗുരുവിനെ സ്വീകരിക്കില്ലായിരുന്നു. നമ്മൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ആവശ്യമില്ല സ്വയം ഭഗവാൻ എന്തിനാണ്. പക്ഷെ ജനറൽ പബ്ലിക്കിന് ഒരു മോഡലായിട്ട്, ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അവരെല്ലാം ജീവിച്ചത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുരു വേണം, സമ്പ്രദായത്തിൽ കണക്ഷൻ ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ആ ഒരു ഗതിയുള്ളൂ. ഹരേ കൃഷ്ണ. സോ ടെക്സ്റ്റ് 35 നെക്സ്റ്റ് വീക്കില് വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. अनंत कोटि वैष्णव की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, ताई गो प्रेमानंदी हरि हरि।